ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ആഫ്രിക്കൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുറത്തോട്ടൊന്ന് യാത്ര ചെയ്യുകയാണേ. വണ്ടിയൊന്നുമില്ല, നടന്നു പോവാം മാർക്കറ്റ് വരെ. ഇവിടെ അടുത്ത് ചിവാറ്റുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ടേ. നമ്മുടെ ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് നടന്നു പോകാം കേട്ടോ. ഞാനുണ്ട്, ഇച്ചാനുണ്ട്, ഐറിനുണ്ട്. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ ചില സമയത്തൊക്കെ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇവിടെയൊക്കെ വരാറുണ്ട്. ഇത് ഏത്തപ്പഴം കിടക്കുന്നു. ഏത്തപ്പഴവും ചേമ്പുണ്ട്, കപ്പയുണ്ട്, തണ്ണിമത്തനുണ്ട്. ഏത്തപ്പഴമൊന്നും ഇവിടെ അങ്ങനെ അധികം കിട്ടാറില്ല, ചില സമയങ്ങളിലൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പം ഇവിടെ കണ്ടു കേട്ടോ, വളരെ കുറവാണ് ഏത്തപ്പഴമൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇച്ചായ ഫ്രണ്ട് നടന്നു പോകുന്നുണ്ട്. നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടേ, ഇതുവഴിയൊക്കെ ഇങ്ങനെ ഉഗാണ്ടയിലല്ലേ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഈ സൈഡിൽ കാണുന്നൊക്കെ വില്ലയൊക്കെ കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടുത്തെ മേൽക്കൂരയും ഏകദേശം വീടുകളുമൊക്കെ ഗാർഡനൊക്കെ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ ഒരു സെയിം രീതിയിലാണ് ഇവിടുത്തെ വീടുകളൊക്കെ. വഴിയിൽ ടീഷർട്ടൊക്കെ വിൽക്കുന്നുണ്ടേ. ഇച്ചായം വെറുതെ വിലയൊക്കെ ഒന്ന് ചോദിക്കുക. നമ്മൾ വീണ്ടും മുൻപോട്ട് പോകുന്നു. അതെ, കരിമ്പ് വിൽക്കുന്നു. ഇത് എത്രയാണെന്നറിയോ? ഇവിടുത്തെ 500 അല്ലേ? ഒരു 500 ആണേ. 500 പൈസ എന്ന് പറയും, 500 ഷില്ലിങ്സ്. നമ്മൾ കരിമ്പ് വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് ചില്ലറ ക്യാഷ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് മേടിച്ചില്ല കേട്ടോ. നമ്മൾ മുൻപോട്ട് ഇത് പുതിയതായിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു ബിൽഡിങ് പണിയുന്നതാണേ. ഫ്ലാറ്റാട്ടോ. കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഫ്ലാറ്റ് ഉണ്ടോ, ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് പുതിയതായിട്ട് പണിയുന്നൊരു ഫ്ലാറ്റാണ്. പിന്നെ ഈ മോളിൽ കാണുന്ന ഹൈവേ കേട്ടോ, എൻഡബെ എയർപോർട്ടിലേക്കുള്ള ഹൈവേ. നമ്മുടെ ഇവിടെ ഉഗാണ്ടയിലെ എയർപോർട്ടാണ് എൻഡബെ എയർപോർട്ട്. അങ്ങോട്ട് നമ്മൾ പോകണമെങ്കിൽ ഈ ഹൈവേ കൂടിയാണ് പോകുന്നത് കേട്ടോ. ഞാൻ താഴത്തെ റോഡിൽ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും കാണത്തില്ല. ഏകദേശം രാത്രിയായി തുടങ്ങിയേ. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഇവിടെ മിക്ക ദിവസങ്ങളിലും മഴയാണേ, അതുകൊണ്ട് നേരത്തെ തന്നെ രാത്രിയായി തുടങ്ങും. ചില ദിവസങ്ങളിൽ 7:30-8 മണി ആയാലും നല്ല വെളിച്ചമായിരിക്കും. അപ്പം നമ്മൾ ഏകദേശം മാർക്കറ്റിന് അടുക്കാറായി. ഈ ചേന്ത ബീഫൊക്കെ മേടിക്കുവാണേ. അതുകൊണ്ട് അവിടെ നിൽപ്പുണ്ടേ. നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കണമായിരുന്നു. കുറച്ച് വെണ്ടയ്ക്ക വാങ്ങി, ബീൻസ് വാങ്ങിച്ചു. സാധാരണ നമ്മൾ വലിയ മാർക്കറ്റിലാണ് പോകുന്നത്. ഇന്നിപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ അടുത്തുള്ള മാർക്കറ്റിലേക്ക് പോരാമെന്ന് ഓർത്തു. ഗ്രീൻ പീസ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ പയറൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ എല്ലാം അതെ, നമ്മുടെ കൊക്കോപ്പഴമൊക്കെ ഇരിപ്പുണ്ട്. ആത്തക്ക ഇരിപ്പുണ്ട്, ആത്തപ്പഴം പച്ച കളറിൻ്റെ ആത്തപ്പഴം ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഉണ്ട് ഇവിടെ. ഇതാണ് ഗീനട്ടെ, നമ്മുടെ ഐറിൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് നമ്മുടെ പീനട്ട് നന്നായിട്ട് അരച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഐറിനുള്ളതാ. ഇത് നമ്മുടെ തിലോപ്പിയ ഫ്രൈ ഉണങ്ങിയത്. ഇത് സിൽവർ ഫിഷ്, ഇവരുപയോഗിക്കുന്ന സിൽവർ ഫിഷാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ ഐറിൻ്റെ ഭക്ഷണ സാധനങ്ങളാണ്. ഐറിൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഐറിന് മറ്റേ സിൽവർ ഫിഷൊക്കെ വാങ്ങിക്കൊടുത്തോണ്ട് ഭയങ്കര ഹാപ്പി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങാറുണ്ട്. നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങി. ഇനിയും നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും. ഇത് ഏകദേശം രാത്രിയായി തുടങ്ങി കേട്ടോ. എത്രയാണ് ഇതിന്? നമ്മുടെ വീടിനടുത്ത് 3000 ഷില്ലിങ്സേ ഉള്ളൂ. ഇവിടെ 4 ചോദിക്കണേന്ന്. ഇവിടെ എണ്ണി ഒരു കൊല അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല. സോറി, കൊലയല്ല, ഓരോ പെടല അനുസരിച്ചാണ് വില പറയുന്നത്. ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അത്രയും തക്കാളിപ്പഴത്തിന് 5000 ഷില്ലിങ്സ്. ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും നടന്ന് നമ്മൾ മാർക്കറ്റിലെത്തുന്നത്. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
ഇനി നമുക്ക് ഉപ്പൊക്കെ വാങ്ങണമായിരുന്നേ. ഉപ്പൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. സോൾട്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം കുറച്ച് വാങ്ങിച്ച് ഇനി നമുക്ക് കുറച്ച് ഇലകൾ മേടിക്കണേ. അതിനു വേണ്ടി വന്നതാ. നമ്മുടെ ചീര ഇല അപ്പോൾ ഫ്രഷായിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയും കൂടെ വന്നതാണേ. നമ്മുടെ നാട്ടിലില്ലാത്ത ഒരുപാട് തരത്തിലുള്ള ഇലകൾ ഇവിടെ ഉണ്ട്. എങ്കിലും നമ്മൾ ചീരയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങ് അറ്റത്തിരിക്കുന്നതാ, അങ്ങ് അറ്റത്തിരിക്കുന്നത് അയറിനുള്ള ലീഫും കൂടെ എടുക്കുക കേട്ടോ. ഇപ്പം രാത്രി ആയതുകൊണ്ട് നമുക്ക് ലീഫ് ഏതൊക്കെയാണെന്നൊന്നും കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലില്ലാത്ത. ഗ്രോസറി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാൻ വന്നതാണേ. ഇതാണ് നമ്മുടെ അടുത്തല്ല, ഷോപ്പ് വൈസ് കുറച്ച് ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ബേക്കറി ഉണ്ട്. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ഇവിടെ നമുക്ക് കിട്ടും. പല ടൈപ്പിലുള്ള കേക്ക് ഐറ്റംസ്, നമ്മുടെ കപ്പ് കേക്ക്, ബ്രെഡ് ഐറ്റംസ് ഒക്കെ. ബ്രെഡൊക്കെ ഓരോന്നോരോന്ന് പ്രൈസൊക്കെ നോക്കുക. വലിയ ബ്രെഡുകൾ ഇവിടെയുള്ള. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങും ഇവിടുന്ന്. ഇനി നമ്മൾ തിരിച്ചും നടന്നാണ് പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ രാത്രിയിൽ നമ്മൾ നടന്നിറങ്ങുന്നത്. എപ്പോഴും വണ്ടിക്കാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നേ. അപ്പം നമ്മൾ അയറിനെ നമ്മളിവിടെ നിർത്തിയിട്ടായിരുന്നു പോയത്. കാര്യം ലീഫ് നമ്മൾ പോയ കടയിലില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അയറിനോട് നമ്മളിവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അയറിനെ വിളിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഡിയേഴ്സ്, ദേ നമ്മുടെ ഫ്ലാറ്റിലേക്ക് നമ്മൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടെ ഏകദേശം 7:30 ആയിട്ടുണ്ട്. നമ്മൾ പതിയെ നടന്നൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. നല്ല തണുപ്പ് കാറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. ഇന്ന് മഴ പെയ്തില്ല. ചിലപ്പോൾ ഇനി നാളെ മഴ കാണും. ആഴ്ച 2-3 പ്രാവശ്യമൊക്കെ മഴ പെയ്യാറുണ്ട്. നമ്മുടെ ഫ്ലാറ്റാണേ. എല്ലാവർക്കും ഇവിടുത്തെ താമസ സൗകര്യങ്ങളൊക്കെ ചോദിച്ച് കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ ഏകദേശം 500-ന് മേളിൽ ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നമ്മുടെ കമ്പനി അക്കോമഡേഷനാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നമ്മുടെ ഷോർട്സിലും വീഡിയോസിലൊക്കെ നമ്മുടെ ഫ്ലാറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് അത്രയും അറിയാൻ പറ്റത്തില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഷോർട്സും വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. അപ്പോൾ നമ്മൾ ഉഗാണ്ടയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ